ഇനയെ ഇല്ലാതാക്കാൻ പൗലോസിനോട് ആവശ്യപ്പെട്ട് റീത്ത. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് റീത്തയാണെങ്കിൽ സ്റ്റാലിനോട് മത്സരിച്ച് ജയിക്കില്ല എന്ന് തിരിച്ചറിയുന്ന ആ സമയം തന്നെ സ്റ്റാലിനോട് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തയാണെങ്കിൽ ആരോട്, നമ്മുടെ കാര്യസ്ഥനോട്, കൂടാതെ തന്നെ അടുക്കളയിലെ പൗലോസിനെയും വിളിക്കുന്നൊരു കാഴ്ച കാണാം. തുടർന്ന് പൗലോസിനോടാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താടാ പൗലോസേ ഇവിടെ നടക്കുന്നത്? നിനക്ക് ഇതിനൊന്ന് എതിർത്ത് പറയായിരുന്നില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ, ഇത് കേണൽ സാബിൻ്റെ വീടാണ്, ഞാൻ ആളുടെ പണിക്കാരനും, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയാണ്, ദയവേത് ആ ജോലി കളയല്ലേ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എന്തുവാടാ ഇത് പൗലോസേ, നിനക്കൊരു ധൈര്യമില്ലല്ലോടാ എന്ന് പറയുമ്പോൾ, അധികം ധൈര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ ചേച്ചി, എനിക്ക് അതിനോട്ട് താല്പര്യവുമില്ല. ആളുടെ വീട്ടിൽ ആൾക്ക് പറയുന്നത് വെച്ച് വിളമ്പുക മാത്രമാണ് എൻ്റെ ജോലി, അല്ലാതെ ആളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കലല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നീയേ അവൾക്കും വെച്ച് വിളമ്പുന്നുണ്ടല്ലോ, കുറച്ച് സോഡാപ്പൊടിയോ കൂടാതെ തന്നെ കുറച്ച് പാഷാണോ ഒക്കെ അവളുടെ ഭക്ഷണത്തിൽ കലർത്താൻ നിന്നെക്കൊണ്ട് കഴിയില്ലേ? ഇതേ സമയം പൗലോസ് പറയുന്നുണ്ട്, എന്തിനാ ചേച്ചി എന്നെ വെറുതെ പുലിവാലി പിടിപ്പിക്കാനാണോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. എന്നെ ജയിലിലേക്കാക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ റീത്ത പറയുന്നുണ്ട്, അതിനവളെ കൊല്ലാനൊന്നും അല്ലടാ, അവളെ ഒന്ന് പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ ചേച്ചി ആളെ വിട്ടുപിടി, എനിക്ക് അതിന് താല്പര്യമോ കാര്യമോ ഒന്നും തന്നെയില്ല, ഞാനതിന് ഇറങ്ങിത്തിരിക്കുകയുമില്ല, ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചി ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറയുന്നു. ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഒരെണ്ണത്തിനോടും പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കത്തിനും പേടിയാണ്, മടിയാണ് എന്ന് പറയുമ്പോൾ, ചേച്ചി ജീവിതം വെച്ചുള്ള കളിക്ക് ഞങ്ങളില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. എവിടെ ഇവിടെ വന്നു കയറിയ ആ മൂച്ചാട്ട എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അലീനയെ പരിചയപ്പെടാനായിട്ട് റീത്താമ്മ മുകളിലേക്ക് കയറി ചെല്ലുന്നു. അലീനയൊന്ന് കാണാൻ മാത്രമാണ് ലക്ഷ്യമെന്ന് കാണാട്ടോ. ഇതേ സമയം നമ്മുടെ പെങ്ങളൂട്ടിയാണെങ്കിൽ അലീനയുടെ വാതിലൊക്കെ നല്ല രീതിയിൽ തുറക്ക് എന്ന് പറഞ്ഞ് ഇടിച്ച് കൂട്ടുകയാണ്. ഇതേ സമയം വേഗം തന്നെ അലീന വാതിൽ തുറക്കുന്നുണ്ട്. ആരാണ് എന്നൊരു ചോദ്യം. അപ്പോഴാണെങ്കിൽ നമ്മുടെ കുട്ടി പറയുന്നുണ്ട്, ടെസ എന്നാ പേരെന്ന് തോന്നുന്നു, കുട്ടി പറയുന്നുണ്ട്, അതായത് ഞാനിവിടുത്തെ പപ്പയുടെ മോളാണ് എന്ന് പറയുമ്പോൾ തൻ്റെ സഹോദരിയെ കണ്ട സന്തോഷത്തിലേക്ക് അലീന എത്തിച്ചേരുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. കൂടാതെ തന്നെയാണെങ്കിൽ അലീനയാണെങ്കിൽ ഞാനും നിൻ്റെ ചേച്ചിയാണ് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും, സാധിക്കും. അങ്ങനെ ഇവരിങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ റീത്തയ്ക്ക് അതത്ര പിടിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. റീത്തയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് വാങ്ങിട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.